യെസ്, മഹേഷ് പണിക്കർ നോക്കൂ, ഈ 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഈ സ്വർണത്തോടാണ് ഇവർക്കെല്ലാം ആഭിമുഖ്യം അല്ലേ. ഇപ്പൊ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത്, അതറിയാലോ ആരൊക്കെയാണ് അതിൽ ഇടപെട്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നോക്കൂ, ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്നു. സ്വർണത്തോടാണ് ഇവർക്ക് ആഭിമുഖ്യം. 2 ടേമിലും, പിണറായിയുടെ 2 ടേമിലും സ്വർണമാണ് പ്രധാന വിഷയം. അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം, അതാണ് അല്ലെ, അതായിട്ട് മാറിയിട്ടുണ്ട്. നോക്കൂ, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? ഈ വലിയൊരു കൊള്ള നടന്നു, പക്ഷെ ഇപ്പോഴും ഈ വിശ്വാസികൾക്ക്, ഭക്തർക്ക്, അതുപോലെ ഹൈന്ദവ സമൂഹത്തിന് ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല. ഇതും ഒരു സാധാരണ വിഷയം എന്നതുപോലെ ഇത് ഒരു മൂലയ്ക്ക് അവശേഷിക്കും, മറ്റെന്തെങ്കിലും വലിയ വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തെങ്കിലും നമ്മളെപ്പോലുള്ളവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ശ്വാസത്തിന്റെ കാര്യം പറയണം. ശ്വാസം, വിശ്വാസം, അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിലൂടെ എത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശ്വാസം എടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വിശ്വാസം വേണം, വിശ്വാസം അത്യന്താവശ്യമാണ് മനുഷ്യന്. പക്ഷെ അത് ഈ അന്ധവിശ്വാസത്തിലേക്ക് ചെല്ലുന്നു, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ശ്രീ ജയറാമിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ആത്യന്തികമായിട്ട്. അദ്ദേഹത്തിന് ക്ഷേത്രാചാരങ്ങളെ കുറിച്ചും, ക്ഷേത്രത്തിന്റെ പൂജകളെ കുറിച്ചും, അവിടുത്തെ ദേവതയെക്കുറിച്ചും, ദേവതാ ചൈതന്യത്തെ കുറിച്ചും, അദ്ദേഹം ഒരു ക്ഷേത്ര കലാകാരനോടാണ്. ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും 10-15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്. അല്ലാണ്ട് പഴയ കാലത്ത് അദ്ദേഹം മിമിക്രി നടത്തി ഇതിനേക്കാൾ കൂടുതൽ കാശ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, സിനിമ നടനാകുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോലും സിനിമാ പറമ്പുകൾ, ഉത്സവ പറമ്പുകളിലും അവിടേക്കാണ് അദ്ദേഹം വളർന്നത്. അപ്പം ഈ എല്ലാ ആചാരം, എല്ലാ ക്ഷേത്രത്തെക്കുറിച്ചും, എല്ലാ ഡയറ്റിയെ കുറിച്ചും അദ്ദേഹം ജന്മനാലും അല്ലാതെ മറ്റു രീതിയിലും അദ്ദേഹത്തിന് വ്യക്തമായ അറിവുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ അറിവുള്ള ഒരാൾ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളുടെ എല്ലാ മേഖലയിലും, നമ്മുടെ ഈ പറഞ്ഞ ഈ ശബരിമലയെ ബന്ധപ്പെട്ട ഈ എല്ലാ കൊള്ളയുടെയും, അതായത് മണി പോയതും കൊടിമരം പോയതും അങ്ങനത്തെ സാധനമായിട്ടൊക്കെ ഈ നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻ, 18 പടിയൊക്കെ പോയ സ്മാർട്ട് ക്രിയേഷനായിട്ട് ബന്ധമുണ്ട്. അതേ സജീവ് ഭണ്ഡാരി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം മേടിച്ചിരിക്കുന്ന സിനിമാ മേഖല പോലത്തെ വലിയ വലിയ സാധനങ്ങളുടെ കാശുള്ള ആൾക്കാരുടെയിലേക്കാണ്. അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ ഇമേജ്, അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ, അദൃശ്യമായ ഒരു ഇടപെടൽ ഉണ്ട്. ഇദ്ദേഹം ഒരു ധനത്തിന് വേണ്ടി ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇത് മറ്റു പല കാര്യങ്ങൾക്കും ആകാം. ഒരു അവസരം കിട്ടാനായിരിക്കാം, വലിയ വർക്കുകൾ, വലിയ ഇതിനകത്ത് അദ്ദേഹത്തെ പിടിച്ച് നായകനാക്കാനോ അല്ലെങ്കിൽ നായകനാക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരത്തിന് അവിടുത്തെ ശനിദേവന്റെ ഒക്കെ ഒരു വലിയൊരു സംഭവം കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ പൂജാരിയാണ് ഞാനപ്പം, അങ്ങനത്തെ ഒരു തലത്തിലൊക്കെ അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കാം. നമ്മളിപ്പോ എല്ലാവരും ധനത്തിന് വേണ്ടി ചെയ്യണമെന്നില്ലല്ലോ, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇത് വരാമല്ലോ. ഈ താങ്കളിപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തന്നെ, ഈ സ്വർണം എന്ന് തന്നെ നമ്മൾ പറയുന്നത് തന്നെ ധനത്തിന്റെ ഇക്വലന്റ് ആണ്, അതൊരു മൂല്യത്തിന്റെ ഇക്വലന്റ് ആണ്. അതിന് ഇത്രയും കൂടിയത് കൊണ്ടാണ് ഈ പ്രശ്നം. അതുപോലെ 2018 2700 രൂപയുള്ളൂ, 27 ലക്ഷമുള്ള ഒരു കിലോയ്ക്ക്. ഇപ്പൊ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് 1 കിലോയ്ക്ക് വില വന്നു. അപ്പം ഈ മൂല്യം വർദ്ധിക്കുന്ന ഒരു വസ്തു എന്നുള്ള രീതി മാത്രമാണ് സ്വർണത്തിലേക്കുള്ള എല്ലാത്തിലേക്കുള്ള ആകർഷണം. പിന്നെ അത് മാത്രമല്ല, ഈ സ്വർണം എന്ന് പറഞ്ഞ ലോഹം വളരെ അമൂല്യമാണ്. അത് പ്രകൃതിയിൽ അങ്ങനെ തന്നെ സ്വർണ്ണമായിട്ട് തന്നെ കിട്ടുന്നതാണ്. മറ്റു ലോഹമൊക്കെ മിക്സ് ചെയ്യുന്ന സാധനമാണ്. ഇത് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല, ഇതിന്റെ ഈ പരിമിതമാണ് അതിന്റെ ആ ഉത്പാദനം. അപ്പം അതുകൊണ്ടൊക്കെ അതിനുള്ളൊരു താല്പര്യം. പിന്നെ ഇതൊരു ഡിവൈനുമാണ്. ഈ സ്വർണം കൈവെക്കുമ്പോൾ സമയത്ത് നമുക്കൊരു ധനമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസപരമായിട്ടും, നമ്മൾ ഈ പറഞ്ഞ ശ്വാസവും വിശ്വാസവും എന്ന് പറഞ്ഞ സ്വർണം പോയ പെട്ടത് അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചത്ത് വിളിക്കുന്ന ഒരു സാധനമുണ്ട്, എന്റെ എന്തെങ്കിലും സ്വർണം കളഞ്ഞു. അപ്പം ആ ഒരു ശ്വാസവുമായിട്ടും വിശ്വാസവുമായിട്ടും അന്ധവിശ്വാസത്തിന്റെ ആ ഒരു വല്ലാത്തൊരു ഇതിലേക്ക്, തള്ളിച്ചയിലേക്ക് എല്ലാരും, ഈ തന്ത്രിയായാലും മന്ത്രിയായാലും ഈ നമ്മുടെ ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും എല്ലാ സമൂഹത്തിലും ഉണ്ട്. പക്ഷെ അവർ ഈ അന്ധവിശ്വാസത്തിന്റെ റേഞ്ചിലോട്ട് പോകുമ്പോഴാണ് ഇതിനകത്ത് എല്ലാം തെറ്റായി വരുന്നത്. അതിനകത്ത് ഈ ജയറാമിന്റെ പങ്ക് വളരെ ദുരൂഹമാണ്, ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തന്ത്രി അദ്ദേഹത്തിന്റെ റോളും, അവർ ഈ പോയിരിക്കുന്ന പല സ്ഥലങ്ങളും, അതുപോലെ പത്മകുമാറിന്റെ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പല സ്ഥലത്തിലും പോയിരിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പല വിദേശ യാത്രകളും കെയ്റോയിലോട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഈജിപ്ത്, നേരത്തെ അനിലേട്ടൻ അത് സൂചിപ്പിച്ചു. കാര്യം വെച്ചാൽ കെയ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ത് ഇപ്പൊ അടുത്തിടയ്ക്ക് അവിടെ ഒരു മ്യൂസിയം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ വലിയ, വേൾഡിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ, ആ ഒരു ഈജിപ്തിലെ പിരമിഡിന്റെ ഒക്കെ ബേസിസിലുള്ള തുത്തുംഖാന്റെ ഒക്കെ മമ്മിയൊക്കെ വെച്ചിരിക്കുന്ന ടൈപ്പ് സാധനം, ഒരു മ്യൂസിയം ഒക്കെ. അപ്പം അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ, അതുപോലെ വലിയ വലിയ ഇടപാടുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പോയിരിക്കുന്ന താഴെക്കുടം പോയിട്ടുണ്ട്, കൊടിമരം പോയിട്ടുണ്ട്, 18 പടി പോയിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം യോഗദണ്ഡ് പോയിട്ടുണ്ട്. ഈ വക സാധനങ്ങളെല്ലാം ആന്റിക് വാല്യൂ തന്നെയാണ്. ആന്റിക് വാല്യൂ അതുപോലെ അമൂല്യമായ ഇതുണ്ട്. കാര്യം വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം വളരെ സമ്പന്നരാണ്. ഇവർ സമൂഹത്തിലെ ഉന്നതമായ പദവികൾ വഹിച്ചിരുന്ന, സമൂഹത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ സമ്പത്തും ഉള്ളവരാണ്. ഈ സമ്പത്തുള്ളവർ നിസാര പൈസയ്ക്ക് വേണ്ടി, അന്നത്തെ കാലത്ത് 2-3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവർ ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. ഇവരെപ്പോഴും
ആ ഒരു അത്രമാത്രം ഒരു 50 കോടി 100 കോടി 1000 കോടി 500 കോടി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിശാലമായ പൈസ കൊണ്ട് മാത്രമേ ഇവർ ഈ കാര്യങ്ങൾ ഇടപെടത്തുള്ളൂ. ഉറപ്പായിട്ടും അതിന്റെ ബാക്കിൽ ഈ പറഞ്ഞ ഇതിനെ കച്ചവടം നടത്തേണ്ട ഒരു ഏരിയ കാര്യമില്ലല്ലോ. അപ്പൊ ആ ഏരിയയിലേക്കുള്ള പോക്കില് ശ്രീ ജയറാമിന്റെ ഒക്കെ ഇടപെടലുകൾ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. അന്വേഷണം ആ വഴിക്ക് എത്തട്ടെ. ഇനി അങ്ങനെ ആകും എന്റെ ഒരു സംശയം, ന്യായമായ സംശയങ്ങൾ മാത്രമാണ്. കാര്യം ഈ ഇടപെടലുകളെല്ലാം എല്ലാത്തിനകത്തും അദ്ദേഹത്തിന്റെ പങ്ക് കണ്ടുകൊണ്ട് ഇപ്പൊ ഒരു നിസാര ഭക്തനാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹം വീടുകളിൽ ഒരിക്കലും അത് കയറ്റത്തില്ല. പിന്നെ ഈ സ്വപ്ന ദർശനം എന്നൊക്കെ പറയുന്ന ആ അതിഭാഗവത്വത്തിന്റെ നിറം കലർത്തിയ കുറെ ചിന്ത സംസാര രീതി, അതൊക്കെ ഒരു സിനിമാ തിരക്കഥ പോലത്തെ സിനിമയിലെ അതെ. തിരക്കഥ എഴുതുന്ന വലിയ ആരൊക്കെ എഴുതി കൊടുത്ത ഡയലോഗുകളൊക്കെ പറയുക. അപ്പൊ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഉറപ്പായിട്ടും അതിനകത്ത് ഒരു ചെറിയ ചെറിയ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അതെ 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 അതിനകത്തു നിന്നുള്ള ഒരു കാര്യങ്ങൾ അതുകൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിച്ചത് പൂർണ്ണമായിട്ട് വരട്ടെ. പിന്നെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ IS അദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു ഈ പറഞ്ഞ അന്വേഷണം മാത്രം മന്ദഗതിയിലാ പോകുന്നത് അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്കില്ല. കാര്യം ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ട. അയ്യപ്പന്റെ ശക്തി ഭയങ്കരമാണ്. ഈ പ്രശാന്തിനെ കൊണ്ട് ഇത് ഇളക്കിപ്പിച്ചത് ഒരു ചന്ദ്രഗ്രഹണ ദിവസം ഇത് ഇളക്കിപ്പിച്ചത് ഈ പറഞ്ഞ ഇതിന്റെ ബാക്കിൽ നടന്നിട്ടുള്ള സമാനമായ പല കലാകാലങ്ങളിൽ ഒരു കലാകാലങ്ങളിൽ 10-15 വർഷത്തിന്റെ പീരീഡിൽ നടന്നിരിക്കുന്ന സകല കൊള്ളകളും പൊക്കാൻ വേണ്ടിയാണ്. അന്ന് പ്രശാന്ത് ആ ധാരപാലക പാളി അവിടുന്ന് പൊക്കിയില്ലെങ്കിൽ അയ്യപ്പന്റെ ആ മെയിൻ വിഘ്നഹന്ത്രി ശത്രുഹന്ത്രി എന്ന് പറയുന്ന 2 ധാരപാലകരെ അവിടുന്ന് പൊക്കിയില്ലെങ്കിൽ അവരുടെ മേലിൽ കൈ വെച്ചില്ലെങ്കിൽ ഈ സാധനം ഒന്നും പുറത്തു വരത്തില്ല. അതാ പ്രത്യേകിച്ച് ആ സംഗമത്തിന്റെ സമയത്തൂടെ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒരു ചർച്ച വന്നതും പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു ഫോക്കസ് വന്നതും. അതിന്റെ ബേസിസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ നമ്മുടെ പത്മകുമാർ അകത്തോട്ട് പോയിരിക്കുന്നത് ഒരു അമാവാസി ദിവസമാണ്. ഈ 20-ാം തീയതി അമാവാസിയാണ്. അന്നേരം അമാവാസിയാണ് പോയിരിക്കുന്നത്. അപ്പം അയ്യപ്പൻ ഇതിന്റെ ബാക്കിൽ വളരെ ശക്തമായിട്ടൊരു നല്ല പുള്ളിയുടെ ഒരു ഗെയിം ഉണ്ട്, പുള്ളിയുടെ റൂൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെ കളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊന്നും നമ്മൾ ആലോചിച്ചു വേറൊരു സംഭവത്താണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ അതെ. പറ്റും. ഒരു ഭരണ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അതെ. അപ്പം അത് നടക്കുന്നുണ്ട്. ശരിക്കും പ്രബലരൊക്കെ അകത്ത് പോകുന്നുണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ആ കാരണങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പന്റെ ചൈതന്യം തന്നെയാണ്. അദ്ദേഹം അത് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പായിട്ടും അത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ ഈ ബാക്കിയുള്ളതിലേക്കൊക്കെ എത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ ഓക്കെ